കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, എന്റെ പേര് അശ്വതി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലേൺവൈസിന്റെ എക്സാം സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ ഫോക്കസ് 3.0 പ്രകാരം BCom സെക്കൻഡ് ഇയേഴ്സിന് പഠിക്കാനുള്ള BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ്. നമ്മളൊരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന്റെ മുൻപുള്ള എക്സാംസിന്റെ പാറ്റേൺസ് എങ്ങനെയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള തേർഡ് സീസൺ ഓഫ് ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സെഷന്റെ നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഗൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ടോട്ടൽ സിലബസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്ത് വേ പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു പ്രെഡിക്റ്റീവ് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പോർഷൻ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ്. ഇൻട്രൊഡക്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ സെഷന്റെ ഒരു അപ്രോച്ച് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് ആണ്. അതായത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു സെഷനാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ എക്സാംസിന്റെ പാറ്റേൺസ് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. ഈ ഒരു പ്രോസസ് വഴി ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫോർത്ത് സ്റ്റേജ് വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കൂടുതലും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനത്തെയാണ്, അത് ഏതൊക്കെ ബ്ലോക്കിലെയാണ് ഏതൊക്കെ യൂണിറ്റ്സിലാണെന്നുള്ള ഇത് ഷെയർ ചെയ്ത് തരുന്ന ഒരു സ്റ്റേജ് ആണ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. നമ്മൾ ഈ അനാലിസിസ് നടത്തിയതിന്റെ ബേസിസിൽ ഇനി വരാനുള്ള എക്സാംസിൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു പ്രഡിക്ഷനും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ 2024 ആണ്. നമ്മൾ നടത്തിയിട്ടുള്ള ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമ്മൾ നിങ്ങൾക്ക് ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ ഫോർമാറ്റ് അവൈലബിൾ ആക്കുന്ന ഒരു സ്റ്റേജ് ആണ്. പിന്നെ സെവൻത്ത് സ്റ്റേജ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ലേൺവൈസിലെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിൽ മോഡൽ എക്സാമിന്റെ ആൻസേഴ്സും ഇവാലുവേഷൻ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും അത് ബെറ്റർ ആയിട്ടുള്ള പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡാറ്റ ഡ്രിവൺ മെത്തഡോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞുപോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് വഴി എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇഗ്നോയുടെ ടോട്ടൽ സിലബസ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ടെക്നിക്സ് ഒക്കെ
യൂസ് ചെയ്തിട്ട് കൂടുതലും ഇനി വരാൻ ചാൻസ് ഉള്ള എക്സാംസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത് എന്നുള്ളത് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മോഡൽ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി എന്താണ് ആ ഒരു ആക്ച്വൽ ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ് അക്കാദമിക് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന് ഒരു ഐഡിയ കിട്ടുകയാണ് എങ്ങനെ വേണം ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എത്രത്തോളം ആൻസേഴ്സ് പ്രൊവൈഡ് നിങ്ങൾ എഴുതേണ്ടി വരും, ഏതൊക്കെ രീതിയിൽ ഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓൾ ടുഗദർ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് നോക്കുന്ന സമയത്ത് BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഏരിയാസിന് നമ്മൾ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. ഇപ്പോൾ എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻക്ലൂഡിംഗ് വെർബൽ ആൻഡ് നോൺ വെർബൽ, ബിസിനസ് കറസ്പോണ്ടൻസ് ടെക്നിക്സ്, ഈ ഒരു ഏരിയാസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. Principles and barriers of effective communication, business correspondence including letters and reports, modern technological tools for communication, meetings and conferencing. These components are meticulously analyzed to highlight their relevance in past papers and predict their future significance. ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുകയാണ്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഈ ഒരു ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് BCOLA 138 സിലബസ് മാപ്പിംഗ് വിത്ത് എക്സാം റെലവൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. കഴിഞ്ഞ 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 8 പ്രാവശ്യത്തോളം തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഏകദേശം 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഇമ്പോർട്ടൻസ് കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 നോക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 4 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തത് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 7 ബിസിനസ് കറസ്പോണ്ടൻസ് ഫ്രീക്വൻസി 6 പ്രാവശ്യമാണ്, മീഡിയം ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ബിസിനസ് റിപ്പോർട്ട്സ് 7 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടൻസും ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 പ്രോസസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് 3 പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ലോ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ബിസിനസ് ടേംസ് അതിന് 2 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ലോ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 5 വരുന്ന സമയത്ത് യൂണിറ്റ് 18 വോയിസ് മെയിൽ വീഡിയോ കോൺഫറൻസിങ് ഏകദേശം 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയ കാറ്റഗറിയിൽ വേണം ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനും ബിസിനസ് കറസ്പോണ്ടൻസ്, ബിസിനസ് റിപ്പോർട്ട്സ്, പിന്നെ വോയിസ് മെയിൽ വീഡിയോ കോൺഫറൻസിങ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരു ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് നമ്മളൊരു പൈ ചാർട്ടിന്റെ ഫോമാറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡയഗ്രത്തിന്റെ ഫോമാറ്റിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഹൈ കാറ്റഗറിയിൽ നിന്ന് അറൌണ്ട് ഒരു 25% ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പിന്നെ മീഡിയം കാറ്റഗറിയിൽ 37.5ഉം ലോ കാറ്റഗറിയിലും 37.5% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ടേബിളും ഗ്രാഫും വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സ്ലൈഡുകളിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനും ബിസിനസ് റിപ്പോർട്ട്സും ആണ് കൂടുതലും വന്നിട്ടുള്ളത്. മീഡിയം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ബിസിനസ് കറസ്പോണ്ടൻസും ആണ്. ലോ ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിസിനസ് ടേംസ് ആൻഡ് പ്രോസസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട്സും ആണ്. നമ്മൾ ആ ബാച്ച് ആയിട്ട് അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ഏരിയ ആണ്. അപ്പൊ നമ്മൾ അതൊരു ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ലെസ് ഫ്രീക്വന്റ് ടോപ്പിക്സ് ആണ് പ്രോസസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഒക്കെ. അതൊരു സെക്കൻഡറി ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ ആ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്തത് പൈ ചാർട്ടിന് നമ്മൾ ഇൻസൈറ്റ് നോക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് ഫസ്റ്റ് കവർ ചെയ്യുക, ദെൻ മീഡിയം, ദെൻ ലോ ഇമ്പോർട്ടൻസ് ഏരിയാസ് കവർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്തത് നമ്മൾ തേർഡ് സ്റ്റേജിലോട്ട് കടക്കുകയാണ്, കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഈ ഒരു ഏരിയാസിന്
ഏതൊക്കെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് എസ് എ ക്വസ്റ്റ്യൻസ്. എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം 10 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അറൌണ്ട് ഒരു 300 to 500 വേർഡ്സ് വേണം നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത്. ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും പിന്നെ ഡിഫറെന്റ് ആയിട്ട് ടോപ്പിക് പോയിന്റ് വൈസ് ഡിഫറെന്റ് പാരഗ്രാഫ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യൂഷ്വലി കീ കൺസെപ്റ്റിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും വരാറുള്ളത്. 50 to 150 വേർഡ്സിനാണ് വരാറുള്ളത്. 15 ടൈംസോളം ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത് ലെറ്റേഴ്സ് കറസ്പോണ്ടൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ബിസിനസ് കറസ്പോണ്ടൻസ് ഫോർമാറ്റ്സ് ലൈക്ക് ലെറ്റേഴ്സ് ഓർ മെമോസ് ഇതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അത് ഒരു ഏകദേശം 8 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്തത് പ്രിസൈസ് റൈറ്റിംഗ്. അതിൽ സമ്മറൈസേഷൻ ഓഫ് എ പാസേജ് ഫോക്കസിംഗ് ഓൺ ക്ലാരിറ്റി ആൻഡ് കൺസൈസ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ചിട്ട് അതിന് ചുരുക്കിയിട്ട് എഴുതുന്ന സംഭവത്തിനാണ് ഈ പറയുന്നത്. ഏകദേശം 5 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ മിസ്സാക്കാണ്ട് തന്നെ അത് ചുരുക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു വലിയ പാരഗ്രാഫിന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ ചുരുക്കി പറയുക. അതാണ് അതിന്റെ ഒരു ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് കേസ് സ്റ്റഡീസ് ആണ്. കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സിനാരിയോസിൽ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കണ്ടക്സ്റ്റ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ബ്ലോക്സ് ഫോർ BCOLA 138 ആണ് നോക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 നോക്കുന്ന സമയത്ത് ഏകദേശം 2 യൂണിറ്റിൽ നിന്ന് 30 മാർക്കിനോളം ആവറേജ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണാറുണ്ട്. ബ്ലോക്ക് 2 3 യൂണിറ്റ്സിൽ നിന്ന് അറൌണ്ട് 25 മാർക്സിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ബ്ലോക്ക് 3 നോക്കുന്ന സമയത്ത് അതിലെ 2 യൂണിറ്റിൽ നിന്ന് ഏകദേശം 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് അതിലെ ഒരു യൂണിറ്റിൽ നിന്ന് 15 മാർക്കോളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ബ്ലോക്ക് 5 ഒരു യൂണിറ്റിൽ നിന്ന് അറൌണ്ട് 10 മാർക്കിനോട് യൂഷ്വലി ആവറേജ് ആയിട്ടൊരു നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ഈ സെയിം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവം തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിച്ചിട്ടുണ്ടേ ഉള്ളൂ. നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറുള്ളത്. പിന്നെ എസ്എ ക്വസ്റ്റ്യൻസ്, പിന്നെ ലെറ്റേഴ്സ് ആൻഡ് കറസ്പോണ്ടൻസ് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ പ്രിസൈസ് റൈറ്റിംഗ് എഴുതാൻ വേണ്ടിയിട്ട്, ദെൻ കേസ് സ്റ്റഡീസ്. അങ്ങനെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊരു പൈ ചാർട്ടിന്റെ രൂപത്തിൽ നോക്കുന്ന സമയത്തും നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അറൌണ്ട് 30% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. 25% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2 നിന്നും, ബ്ലോക്ക് 3 നിന്ന് അറൌണ്ട് 20% ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 4 നിന്ന് 15, ബ്ലോക്ക് 5 നിന്ന് 10% ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഫോർ BCOLA 138 ആണ്. ഈ ഒരു ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പാറ്റേൺസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എസ്എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ്, ലെറ്റേഴ്സ്, കറസ്പോണ്ടൻസ്, പ്രിസൈസ് റൈറ്റിംഗ്, കേസ് സ്റ്റഡീസ്, ഇതൊക്കെ എത്ര പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മുമ്പത്തെ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.
അടുത്തത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ടെൻസ് ആണ്. ബ്ലോക്ക് 1ൽ നിന്ന് അറൌണ്ട് 30 മാർക്സിനോളം വന്നിട്ടുണ്ട് നമ്മൾ കണ്ടായിരുന്നു. ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് വിത്ത് ഹെവി എംഫസൈസിസ് ഓൺ യൂണിറ്റ് 1 ആൻഡ് 2 ആണ്. യൂണിറ്റ് 1ൽ നിന്നും 2ൽ നിന്നുമാണ് ബ്ലോക്ക് 1ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ബ്ലോക്ക് 2ൽ ബിസിനസ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈപ്സ് ആ ഒരു ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. ബ്ലോക്ക് 3 20 മാർക്സിന്റെ കേസിൽ റിപ്പോർട്ട് റൈറ്റിംഗും റിലേറ്റഡ് പ്രോസസ്സിംഗും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത്. ബ്ലോക്ക് 4ഉം 5ഉം കമ്പൈൻ ചെയ്തിട്ട് ഏകദേശം 25 മാർക്സിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കവേഴ്സ് വൊക്കാബുലറി ആൻഡ് കോൺഫറൻസിംഗ്, ജോബ് മാർക്കറ്റ് പ്രിപ്പറേഷൻ ടോപ്പിക്സ്, അതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കുറച്ച് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് അത്. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈറ്റ്സ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 2 ആണ്. അപ്പൊ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1 ബ്ലോക്ക് 2 കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ഇതില് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. 4 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് മാർക്ക് ഒരു 20 മാർക്കിനോളം ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2ലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 3 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. 15 മാർക്കിനോളം ആവറേജ് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 6ലെ പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് 5 മാർക്കിന് 5 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 7ലെ ബിസിനസ് കറസ്പോണ്ടൻസ്, ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് വിത്ത് എക്സാമ്പിൾസ് 6 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 25 മാർക്സ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് ലെവലിലെ ബിസിനസ് റിപ്പോർട്ട്സ്, വാട്ട് ഈസ് എ ബിസിനസ് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് 4 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 20 മാർക്സിനോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ സെയിം സംഭവം തന്നെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ ബിസിനസ് കറസ്പോണ്ടൻസും പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗും ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനുമാണ് കൂടുതലായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ ബിസിനസ് റിപ്പോർട്ട്സും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിലും പഠിക്കുന്ന സമയത്ത് ആ ഏരിയ പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഒരു ആവറേജ് മാർക്സ് അലോക്കേഷൻ, റിപ്പീറ്റഡ് ടോപ്പിക്സിന്റെ ബേസിലുള്ള ആവറേജ് മാർക്സ് അലോക്കേഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ 25% ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ബിസിനസ് റിപ്പോർട്ട്സും പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗും ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനും 20% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏകദേശം 15% ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 7ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2ൽ തന്നെ യൂണിറ്റ് 6ൽ നിന്നും പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ നിന്ന് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നുള്ളതൊന്നും വന്നിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് അലോക്കേഷൻസ് ആണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് അറൌണ്ട് ഒരു 15 to 25 മാർക്സിന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ബാച്ചായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ഒക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ അത് പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പൈ ചാർട്ട്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്ന് അറൌണ്ട് 25%-ഓളം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണുന്നുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് ബിസിനസ് റിപ്പോർട്ട്സും അറൌണ്ട് ഒരു 20%-ഓളം ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ബ്ലോക്ക് 2 ബിസിനസ് കറസ്പോണ്ടൻസ്, എസ്പെഷ്യലി യൂണിറ്റ് 6 and 7. പിന്നെ ബ്ലോക്ക് 1ലെ കമ്മ്യൂണിക്കേഷൻ ബേസിക്സ് നല്ല രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ബിസിനസ് ലെറ്റേഴ്സ് കാര്യങ്ങൾ റിപ്പോർട്ട്സ് ഒക്കെ അതിൻ്റെ ഒരു ഫോർമാറ്റ്സ് നോക്കിയിട്ട് അതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് എഴുതിയിട്ട് നോക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പാറ്റേൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഏതൊക്കെ രീതിയിലുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ബട്ട് നമ്മളിപ്പോൾ ഡിസംബർ ടേം എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് പൊതുവേ സ്റ്റുഡൻസ് പറയുന്നുണ്ട് ഒരു പാറ്റേണിൽ കുറച്ചൊരു ഷിഫ്റ്റ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ലെവലിലോട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. നിങ്ങൾ എഴുതി നോക്കുക, പല രീതിയിലുള്ള ലെറ്റേഴ്സ്, കറസ്പോണ്ടന്റ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ.
അടുത്ത ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇനി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ 8 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് ആ യൂണിറ്റ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 5 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ്. മീഡിയ കാറ്റഗറിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 6 പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് 7 പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ്. ഹൈ പ്രോബബിലിറ്റി വീണ്ടും വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് യൂണിറ്റ് 7 ബിസിനസ് കറസ്പോണ്ടൻസിൽ 10 പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ്. ഇപ്പൊ വളരെയധികം എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അപ്പൊ ആ ഒരു ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ബിസിനസ് റിപ്പോർട്ട്സ് 6 പ്രാവശ്യത്തോളം ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. മീഡിയ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ബിസിനസ് ടേംസ് 3 പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അത് വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ബ്ലോക്ക് 5 യൂണിറ്റ് 18 വീഡിയോ കോൺഫറൻസിംഗ് 4 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയ കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഹൈയും മീഡിയവും നമുക്ക് ഏകദേശം ഈക്വൽ ലെവൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ലോ കുറച്ച് കുറവാണ്. ലോ നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. എക്സാമിന് തൊട്ട് മുമ്പുള്ള ആ ഒരു 1-2 മണിക്കൂറുകളിൽ ആ ഒരു ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ള മെയിൻ റിവിഷൻ ടൈമിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഒരു പൈ ചാർട്ട് ഫോമാറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് 2 നിന്ന് അറൌണ്ട് 39.5%, ബ്ലോക്ക് 1 നിന്ന് 30.2% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ബ്ലോക്കിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ് ബ്ലോക്ക് 2 യൂണിറ്റ് 6, പിന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 7. ഈ ഒരു ഏരിയാസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് റിപ്പോർട്ട്സ്. ഈ ഒരു ഏരിയാസ് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആണ് ബ്ലോക്ക് 4 യൂണിറ്റ് 14 ബിസിനസ് ടേംസും. ഈ ഒരു ഏരിയയും കൂടെ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അത് ലോ പ്രോബബിലിറ്റി ആണെങ്കിലും വായിച്ച് നോക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ബാർ ചാർട്ടിന്റെ ബേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഹൈയും മീഡിയം പ്രോബബിലിറ്റിയിലെ കാറ്റഗറിയിൽ വളരെയധികം റെലവെന്റ് ആണ്. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരാൻ ചാൻസും ഉണ്ട്. ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് കുറച്ചാണ് വരുന്നുണ്ടെങ്കിലും അതും കൺസിസ്റ്റന്റ് ആയിട്ട് വന്ന് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ഏരിയാസ് ഞാൻ പറയുന്ന പോലെ തന്നെ വായിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അപ്പൊ പഠിക്കുമ്പോൾ ആ 2 ബ്ലോക്ക് കവർ ചെയ്തതിനു ശേഷം മറ്റുള്ള ബ്ലോക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഒരു സ്റ്റഡി പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ദെൻ മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ്, അതിനുശേഷം ലോ പ്രോബബിലിറ്റി ടോപ്പിക്സിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ലെറ്ററിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് 1 ബ്ലോക്ക് 2 കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോ കോൺഫറൻസിങ് അങ്ങനെ എമേർജിംഗ് ട്രെൻഡ്സിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്. അതൊന്ന് കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. നമ്മൾ എന്താ ഇഗ്നോയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിന്റെ അതേ പാറ്റേണിൽ തന്നെ നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം മാർക്സിന് 3 hours 100 മാർക്സിനുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളവര് ഇതാണ് ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടുന്നുണ്ടോ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ സമയം ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അറിയുന്നുണ്ടോ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ 8 ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. അതിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിൽ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് 20 മാർക്സിന് വന്നിട്ടുള്ളതാ. അതിൽ എ പോർഷൻ ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ബി പോർഷൻ വരുന്നത് ഡിസ്കസ് ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സജസ്റ്റ് മെത്തേഡ്സ് ടു ഓവർകം ദം. ക്വസ്റ്റ്യൻ നമ്പർ 2 20 മാർക്സിന്റെ എ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, പ്രൊവൈഡ് എക്സാമ്പിൾസ് ടു ഇല്ലുസ്ട്രേറ്റ് യുവർ ആൻസർ. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് 20 മാർക്സിന് എ പാർട്ടില് വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലെറ്റർ റൈറ്റിംഗ്, റൈറ്റ് എ സാമ്പിൾ ബിസിനസ് ലെറ്റർ ടു എ സപ്ലയർ റിക്വസ്റ്റിംഗ് ദ ലേറ്റസ്റ്റ് കാറ്റലോഗ് ഓഫ് പ്രോഡക്റ്റ്. ബി പാർട്ട് ഡിസ്കസ് ദ റോൾ ഓഫ് മോഡേൺ ടെക്നോളജി ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, സൈറ്റിംഗ് എക്സാമ്പിൾ സച്ച് എസ് ഇമെയിൽ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 4 20 മാർക്സിന് തന്നെയാണ്. എ പാർട്ട് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് റിപ്പോർട്ട്സ് ആൻഡ് ദർ സിഗ്നിഫിക്കൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ബി പാർട്ട് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻ എഫക്റ്റീവ് റിപ്പോർട്ട് ഡീറ്റെയിലിംഗ് ദ സ്റ്റേജസ് ഇൻവോൾവ്.
Question number 5, 20 marks in A part. What is the purpose of minutes in a meeting? Outline the steps for drafting accurate and professional minutes. B part, write a notice for an annual general meeting of a company, including the essential elements. Question number 6, 20 marks in A part. Explain the concept of body language in non-verbal communication. How can it impact workplace interactions? B part, what is the importance of proxemics in business communication? Provide relevant examples. Question number 7, 20 marks in A part, discuss the key considerations for conducting a successful video conference. B part, write a precise of the following passage. An appropriate 150 to 200 word passage will be included. Question number 8, 20 marks in write a short notes on any two of the following. A part, principles of effective listening. B part, internal versus external communication. C part, advantages of email in business communication. D part, characteristics of a good business report. അപ്പോൾ ഈ ഒരു 8 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവുക. എപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും എക്സാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം വേണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.